ബി.ജെ.പിയുടെ പ്രധാന സഖ്യകക്ഷികൾ ഇഡിയും CBIയും ഇൻകം ടാക്സുമാണെന്ന് പറഞ്ഞത് മഹാരാഷ്ട്ര ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയാണ്. അത് ശരിവയ്ക്കും വിധം തന്നെയാണ് കാര്യങ്ങൾ. ഇന്ത്യ മഹാരാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം മണി മസിൽ പവർ പൊളിറ്റിക്സ് ആണ് BJP നടപ്പാക്കുന്നത്. എതിർക്കുന്നവരെയെല്ലാം കോടിക്കണക്കിന് കാശെറിഞ്ഞ് വശത്താക്കുക, അതിൽ വീഴാത്തവരെ അധികാരം ഉപയോഗിച്ച് വേട്ടയാടുക, ജയിലിലാക്കുക. തനി ഏകാധിപത്യപരമായ പ്രവണത. ഇത് തന്നെയാണ് ഡൽഹി മന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അതിഷി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ ഭാവി സംരക്ഷിക്കണമെങ്കിൽ BJPയിൽ ചേരണമെന്ന അവസ്ഥയാണ്. അതിനായി ശക്തമായ സമ്മർദ്ദമുണ്ട്. BJPയിൽ ചേർന്നില്ലെങ്കിൽ 1 മാസത്തിനകം താൻ അറസ്റ്റിലാകുമെന്നും അതിഷി വെളിപ്പെടുത്തി. ഇതിന്റെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഉടൻ തന്റെയും ബന്ധുക്കളുടെയും ഒക്കെ വീടുകളിൽ ഉൾപ്പെടെ റെയ്ഡ് നടത്തുമെന്നും അതിഷി വ്യക്തമാക്കി. 10 MLAമാരുമായി BJPയിൽ ചേർന്നാൽ 25 കോടി വാഗ്ദാനം ചെയ്തെന്ന് ഡൽഹി MLA ഋതുരാജ് ഝാ വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് അതിഷിയുടെ ഈ തുറന്നു പറച്ചിലും. അതിഷി മാത്രമല്ല, മന്ത്രി സൗരഭ് ഭരദ്വാജ്, ഡൽഹി MLA ദുർഗേഷ് പാഠക്, രാജ്യസഭാ MP രാഘവ് ചദ്ദ എന്നിവരും BJPയുടെ ഭീഷണി നേരിടുന്നുണ്ട്. കാവി അണിഞ്ഞില്ലെങ്കിൽ ഇവരും ഉടൻ ജയിലിലാകും. എന്നാൽ എന്തു വന്നാലും BJPയുടെ ഭീഷണിക്ക് ഒരു കാരണവശാലും വഴങ്ങില്ലെന്നതാണ് അതിഷിയുടെയും കൂട്ടരുടെയും നിലപാട്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ്, സത്യേന്ദ്ര ജെയിൻ എന്നിവരെ ജയിലിൽ അടച്ചിട്ടും ആം ആദ്മി പാർട്ടി ഇപ്പോഴും ഒറ്റക്കെട്ടായി ഐക്യത്തോടെ പ്രതിരോധിക്കുന്നുവെന്നതാണ് കേന്ദ്ര സർക്കാരിനെ ചൊടിപ്പിക്കുന്നത്. ഇനി ആം ആദ്മി പാർട്ടിയുടെ അടുത്ത തലത്തിലുള്ള നേതാക്കളെ ജയിലിൽ അടയ്ക്കാനാണ് നീക്കം. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് തീഹാർ ജയിലിലടച്ചതിന് പിന്നാലെ ആം ആദ്മി പാർട്ടിയുടെ മറ്റ് മുതിർന്ന നേതാക്കൾക്കെതിരെ ED നീക്കം കടുപ്പിച്ചതും ഇതിനോടൊപ്പം ചേർത്തു വായിക്കണം. കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ വിജയ് നായർ അതിഷിയോടും സൗരഭ് ഭരദ്വാജിനോടും കാര്യങ്ങൾ സംസാരിച്ചിരുന്നുവെന്നാണ് ED പറയുന്നത്. ഇത് ഇരുവരെയും കേസിൽപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത്.